വർഗീയവാദിയാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. നീ പോളേ, എല്ലാം പോളേ, പാകിസ്ഥാനിലേക്ക് പോളേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു വേണ്ടി ഞങ്ങളെ ഉദ്ദേശിക്കുന്നു? ഞങ്ങളിവിടെ ജീവിക്കട്ടെ. ഇതുപോലെ കുറെ നേതാക്കന്മാര് നമ്മുടെ നാട്ടിലെ കുറെ നേതാക്കന്മാരുണ്ട്. എല്ലാം കണക്കാണ്. യാതൊരു രീതിയിലുള്ള സ്റ്റാൻഡേർഡും ഇല്ലാതെ വൃത്തിയോടെ അല്ല സംസാരിക്കുന്നത്, വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ ഈ ടോപ്പ് മോസ്റ്റ് കൺട്രി ഉണ്ടല്ലോ, നമ്മുടെ ഈ ലോകത്തെ ടോപ്പ് മോസ്റ്റ് കൺട്രിയിലുള്ള നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ സംസാരിക്കുന്നൊന്ന് കേൾക്കണം. മാധ്യമങ്ങളുടെ മുമ്പിലായിക്കോട്ടെ, പബ്ലിക്കിന്റെ മുമ്പിലായിക്കോട്ടെ, അവരൊക്കെ എന്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്, എന്ത് സ്റ്റാൻഡേർഡോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. പരസ്പരം എന്തൊക്കെ ശത്രുതയുണ്ടെങ്കിലും, പരസ്പരം എന്തുമാത്രം വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരൊക്കെ തന്നെ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇന്ററാക്ട് ചെയ്യുന്നത്, പബ്ലിക്കിന് മുമ്പിൽ വന്ന് സംസാരിക്കുന്നത്. അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്. അവരുടെ ആ ഒരു വിവരവും വിദ്യാഭ്യാസവും ഒക്കെ തന്നെ അവരുടെ ആ ഒരു സംസാര രീതിയിലും പ്രതിഫലിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഇതുപോലെ കുറെ നേതാക്കന്മാര് എന്തിനെങ്കിലും ഇവരെ കൊണ്ട് കഴിയുമോ? നന്നായിട്ടൊന്ന് സംസാരിക്കാനെങ്കിലും കഴിയുമോ? ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക, പോരടിക്കുക, തെറി പറയുക, ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഈ ഒരു ഇത് ജനൻ TV സംപ്രേഷണം ചെയ്തിട്ടുള്ളൊരു ഡിബേറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ചാനലുകളിൽ അങ്ങനെ പരിപാടി ഉണ്ടല്ലോ, മറ്റുള്ള നാട്ടുകാരെ അനുകരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ നേരായ രീതിയിലല്ല ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ കുറെ രാഷ്ട്രീയക്കാരെ അങ്ങോട്ട് നിരത്തിയിരുത്തും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളാണ്, ഡിബേറ്റ് പോലെ ചർച്ചയാണ്. എന്നാൽ ഡിബേറ്റിന്റെ റൂൾസും റെഗുലേഷൻസും ഒന്നും ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറില്ല. ചർച്ചയാണെന്ന് പറഞ്ഞിട്ട് എന്തിനെങ്കിലും പരിഹാരം കണ്ടെത്താറുണ്ടോ? ഒന്നുമില്ല. ഒന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചിട്ടായിരിക്കും ചർച്ച ചെയ്യുന്നത്, പക്ഷെ സംസാരിച്ച് വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചേ ആയിരിക്കുന്നില്ല. ഒരാളെ സംസാരിക്കാൻ വിടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക, പോരടിക്കുക. ഇപ്പൊ ഈ ജനൻ TV ഈ സംപ്രേഷണം ചെയ്ത ഈ ഒരു ഡിബേറ്റ് തന്നെ 30 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 30-ൽ 25 മിനിറ്റും ടൂ 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 എന്ന സൗണ്ടേ കേൾക്കാൻ പറ്റത്തുള്ളൂ. എന്തുവാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് മറ്റ് പാർട്ടിക്കാരെ കുറ്റം പറയും, അല്ലെങ്കിൽ മറ്റ് മതസ്ഥരെ കുറ്റം പറയും. എന്നാൽ സ്വന്തം കാര്യം, സ്വന്തമായിട്ടുണ്ടായിരിക്കുന്ന ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നല്ല ഇവർ നോക്കുന്നത്. ഇവരൊരിക്കലും ഒന്നിനും പരിഹാരം കാണാൻ വേണ്ടി പോകുന്നില്ല. ഭരിക്കുന്ന പാർട്ടിയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇതിനു മുമ്പിരുന്ന പാർട്ടിക്കാരുടെ കുഴപ്പമാണെന്ന്. ഇതിന് മുമ്പിരുന്ന പാർട്ടിക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ കുഴപ്പമാണെന്ന്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയാണ് കുഴപ്പം? ജനങ്ങളുടെ കുഴപ്പമാണോ? ഇവിടെ തന്നെ ഇദ്ദേഹം സംസാരിക്കുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ ജീവിക്കുന്ന പൗരന്മാരോട് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പറയാൻ ഇദ്ദേഹം ആരാണ്? അങ്ങനെ പറയാൻ ഇദ്ദേഹത്തിന് എന്ത് അവകാശമാണുള്ളത്? പബ്ലിക്കായിട്ട് വന്നിരുന്നു കൊണ്ട് ഈ രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. അതും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ വന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഈ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് സാധാരണക്കാർ എന്തായിരിക്കും വിചാരിക്കുന്നത്? നമുക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കാം, ആരെ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും കുറ്റം പറയാം. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പൊ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹം സംസാരിച്ചേക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഈ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് മറ്റ് പല രാജ്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ എന്തെങ്കിലും നടന്നോട്ടെ, നമ്മുടെ നാട്ടിലെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. ഇവിടെയുള്ള എല്ലാവരും ഈ നാട്ടിലെ പൗരന്മാരാണ്, അവർക്കിവിടെ എല്ലാ വിധത്തിലുള്ള അവകാശവുമുണ്ട്. ഒരു സിറ്റിസൺ, ഒരു സിംഗിൾ സിറ്റിസണിന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശം ഈ നാട്ടിലുള്ള എല്ലാ സിറ്റിസൺസിനും ഉണ്ട്. അല്ലാതെ ഒരാൾക്ക് മാത്രം തീരെഴുതി കൊടുത്തേക്കുന്നതൊന്നും അല്ല നമ്മുടെ നാട്. ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഹിന്ദുക്കളുടെ നാടായിരുന്നു, ഇവിടേക്ക് വന്നു ചേർന്നതാണ് ക്രിസ്ത്യൻസും മുസ്ലിംസും. ആയിരിക്കാം. പക്ഷെ ഇപ്പോ 1947 ശേഷമുള്ള ഇന്ത്യ, അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. 1947 ശേഷം ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തിയും, ഇവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞും ഈ നാട്ടിലെ പൗരന്മാരാണ്. അവർക്ക് എല്ലാ പൗരാവകാശവും ഇവിടെ ഉണ്ട്. അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, എല്ലാവിധ പൗരാവകാശവും ഉണ്ട്. ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, ഏത് ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. ആ രീതിയിൽ നോക്കിക്കാണാൻ നോക്ക്. 1947 ആ ഒരു വർഷം ഇട്ടേക്കുന്ന അങ്ങനെയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മളൊരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമായി മാറി ആ ഒരു സമയം. അതിനുശേഷം ഈ നാട്ടിൽ എന്ത് നടക്കുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു?
ഇവർക്കതൊന്നും അല്ല താല്പര്യം. ഇപ്പം UP യിലൊക്കെ മോസ്കുകളൊക്കെ പൊളിക്കുന്നുണ്ട്. ഇതിനും കൃത്യമായിട്ടൊരു നിയമം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 1947 ശേഷം ഇവിടെയുള്ള അമ്പലങ്ങളായിക്കോട്ടെ, പള്ളികളായിക്കോട്ടെ, മോസ്കുകളായിക്കോട്ടെ എല്ലാം അതേപോലെ തന്നെ നിലനിൽക്കട്ടെ. ഇനി അതിനെ ചൊല്ലി യാതൊരു രീതിയിലുള്ള വഴക്കോ പ്രശ്നമോ വേണ്ട എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊരു നിയമം പോലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിയമത്തെ പോലും ആരും മാനിക്കുന്നില്ല. ഒരു എലക്ഷൻ വരുന്ന സമയത്ത്, വോട്ട് ചോദിക്കുന്ന സമയത്ത് ഇവരെല്ലാവരോടും പോയിട്ടാണല്ലോ വോട്ട് ചോദിക്കുന്നത്. ഹിന്ദുവിനോടും മുസ്ലിമിനോടും ക്രിസ്ത്യാനിയോടും എല്ലാവരോടും ഒരേ രീതിയിലാണല്ലോ വോട്ട് ചോദിക്കുന്നത്. അന്നേരം ഇവർക്ക് എല്ലാവരുടെയും വോട്ട് വേണം. ഹിന്ദുവിൻ്റെ വോട്ടും വേണം, ക്രിസ്ത്യാനിയുടെ വോട്ടും വേണം, മുസ്ലിമിൻ്റെ വോട്ടും വേണം. പക്ഷെ ഇലക്ഷൻ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇവരെ ആരെങ്കിലും ജയിപ്പിച്ചില്ലെങ്കിൽ, ഇവർക്ക് ആരെങ്കിലും വോട്ട് കൊടുത്തില്ലെങ്കിൽ ഉടനെ പറയും. ഇപ്പം ഇദ്ദേഹം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്നാണ് ഇദ്ദേഹത്തെ തോൽപ്പിച്ചതെന്ന് 2 തവണ. അത് അവരുടെ ഇഷ്ടം. അതിനിപ്പോൾ എന്താണ്? ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നേതാക്കന്മാർ അധികാരത്തിൽ വരണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. ഈ രീതിയിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണക്കാരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അകറ്റിയിട്ട് ഭരിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. പണ്ട് ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഐഡിയോളജി തന്നെയാണ് ഇപ്പോൾ ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡിവൈഡ് ആൻഡ് റൂൾ. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആരെങ്കിലും കാണിക്കുമോ? ഇവിടെയുള്ള ആൾക്കാരോട് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ. ശരിക്കും പറഞ്ഞത് ശിക്ഷ കിട്ടേണ്ട ഒരു സംഭവമാണ് പുള്ളിക്കാരെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിരുന്ന് പറയുവാണ്. ഇദ്ദേഹത്തിന്റെ ഒരു വിചാരമുണ്ട്, ഇദ്ദേഹത്തിന്റെ മാത്രമല്ല ഇതുപോലെ കുറേ നേതാക്കന്മാരുണ്ട്, ഇവരുടെ ഒരു വിചാരമുണ്ട്, ഞാൻ ഇങ്ങനെ എൻ്റെ തനതായ ഭാഷയിൽ എൻ്റെ തനതായ ശൈലിയിൽ എന്ത് വൃത്തികേടും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി മുതൽ നമ്മൾ വളരെ സ്റ്റാൻഡേർഡോടുകൂടി സംസാരിക്കുന്ന, വളരെ സ്റ്റാൻഡേർഡായിട്ട് ബിഹേവ് ചെയ്യുന്ന, എഡ്യൂക്കേഷനുള്ള, വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള നേതാക്കന്മാർ മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അവരുടെ ഐഡിയോളജി ഏതുമായിക്കോട്ടെ, അവരുടെ വിശ്വാസങ്ങൾ ഏതുമായിക്കോട്ടെ, പക്ഷേ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസത്തോടു കൂടിയിട്ട് ബിഹേവ് ചെയ്യുന്നവരാണല്ലോ എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാം. പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് മര്യാദയ്ക്ക് സംസാരിക്കുന്നവരാണല്ലോ എന്നെങ്കിലും നമ്മൾക്ക് ആശ്വസിക്കാം. ഇതങ്ങനാണോ? അങ്ങനല്ല. ഇനി ജനങ്ങൾ വിചാരിക്കേണ്ടതാണ്, ഏത് പാർട്ടിയും, ഈ പാർട്ടി ഒന്നും നോക്കണ്ട, എല്ലാ പാർട്ടിയിലും വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്ന, നല്ല രീതിയിൽ കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. എല്ലാ പാർട്ടിയിലും ഉണ്ട്. പലപ്പോഴായിട്ട് അവർക്ക് മുകളിലോട്ട് വരാൻ വേണ്ടി സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇനി വരണം രാഷ്ട്രീയത്തിലേക്ക്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടത്തുള്ളൂ. ഈ ജാമ്പവാന്റെ കാലം തൊട്ടിരിക്കുന്നത് നിങ്ങളെയൊക്കെ പറഞ്ഞു വിടണം. അവരെയൊന്നും ജയിപ്പിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കാണുമല്ലോ വളരെ മനോഹരമായിട്ട് രാഷ്ട്രീയം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ. അത്തരക്കാരെ ജയിപ്പിച്ച് അധികാരത്തിലെത്തിക്കണം. അവരെയും കൊണ്ടേ ഇനി ഈ നാടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഈ പുരാതന കാലം മുതലേ ഇങ്ങനെ ഇരിക്കുന്ന ഇതുങ്ങളൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മതങ്ങളുടെ കാര്യം പറഞ്ഞ്, രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ ആകെ ഒരു വഴിയാക്കിയേക്കാണ്. സത്യം പറയാലോ, ഇപ്പം നേരായ മാർഗത്തിൽ ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ പോലും ഇത്തരക്കാര് ഇരുട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം.